الحمد لله وحده الصلاة والسلام على من لا نبي بعده رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا ما علمتنا وزدنا علما ربنا تقبل منا. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ഒരുപോലെ വന്നൊരു പ്രാർത്ഥനയാണ് ഇന്നത്തെ നമ്മുടെ ഗൈസിന്റെ വിഷയം. പറഞ്ഞതുപോലെ നമുക്ക് ഏവർക്കും, അഥവാ കുഞ്ഞു മക്കൾക്ക് പോലും സുപരിചിതമായിട്ട് അറിയുന്ന പ്രാർത്ഥനയാണിത്. പക്ഷെ ഈ പ്രാർത്ഥനയെ നമ്മൾ ഒരു സന്ദർഭത്തിൽ പ്രത്യേകമാക്കിയിട്ടുണ്ട്. അഥവാ പ്രാർത്ഥന പറയുന്നതോടുകൂടി നമുക്ക് ഈ പ്രാർത്ഥന എപ്പോഴാ ചൊല്ലേണ്ടതെന്ന് വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയുള്ളതായിട്ടുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥന നമുക്ക് കാണാം, സ്ക്രീനിൽ കാണുന്നത് പോലെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. സുബ്ഹാനല്ലാഹ്, ഈ പ്രാർത്ഥന എപ്പോഴാണ് നമ്മൾ ചൊല്ലാറ്? ഒരു സംശയമില്ല അല്ലെ? മരണപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാല്, മരണവാർത്ത അറിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയാണിത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നിത്യ ജീവിതത്തില് നമ്മളെ കൂടെ ഉണ്ടായിരിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണിത്. ഇവിടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറ 156 ആയത്തിലാണ് ഈ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ള ഭാഗം പറയുന്നത്. അതിനു മുൻപ് 155 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം പറഞ്ഞിരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലനബ്ലുവന്നകും, തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തന്നെ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഈ ലോകത്ത് ജനിക്കുന്ന ഏത് മനുഷ്യന്മാരുണ്ടോ ആ മനുഷ്യനെല്ലാം തന്നെയും പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ബിശൈഇൻ മിനൽ ഖൗഫ്, അത് കുറച്ചഥവാ ഒന്നുകിൽ ഖൗഫിനെ കൊണ്ടാവും, അഥവാ പേടിനെ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ വൽ ജൂഇ, പട്ടിണിനെ കൊണ്ട് നിങ്ങൾ പരീക്ഷിക്കപ്പെടും, അതല്ലെങ്കിൽ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, നിങ്ങൾക്ക് പണം, നിങ്ങൾക്കുള്ള സമ്പാദ്യത്തിൽ കുറവ് തന്നിട്ട് നിങ്ങളെ പരീക്ഷിക്കപ്പെടും, അതല്ലെങ്കിൽ നിങ്ങൾക്കുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുത്തിക്കൊണ്ട്, പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചെടുത്തുകൊണ്ട് നിങ്ങളെ പരീക്ഷിക്കപ്പെടും. വസ്സമറാത്ത്, അതുപോലെ തന്നെ എന്താണ്, വിഭവങ്ങൾ, നമുക്കുള്ള വിഭവങ്ങള് നഷ്ടപ്പെടുത്തിക്കൊണ്ട്, വിഭവങ്ങൾ കുറച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നുള്ള പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ പറഞ്ഞിട്ടുള്ള ഖൗഫിനെ കൊണ്ടോ അല്ലെങ്കിൽ ജൂഇനെ കൊണ്ടോ അല്ലെങ്കിൽ നഖ്സിൻ മിനൽ അംവാൽ, സാമ്പത്തിക നഷ്ടം കൊണ്ടോ, ജീവനഷ്ടം കൊണ്ടോ, വിഭവ നഷ്ടം കൊണ്ടോ, ഈ അഞ്ചാലൊരു നഷ്ടങ്ങൾ കൊണ്ട്, ഈ അഞ്ചാലൊരു കാര്യത്തെ കൊണ്ട് എല്ലാ മനുഷ്യന്മാരും എന്താണ്, ഈ ദുനിയാവില് പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്നിട്ട് അല്ലാഹ് പറയണ എന്താ, വബശ്ശിരിസ് സാബിരീൻ, പേടികൊണ്ട് അല്ലാഹ് പരീക്ഷിച്ചു, അവിടെ സബർ ചെയ്യുന്നവർക്കാണ് അജ്റുള്ളത്. അവർക്ക് ബുഷ്റ എന്നാ പറഞ്ഞത്, അവർക്ക് സന്തോഷ വാർത്ത. എന്താ അവർക്ക് സന്തോഷമുള്ളത്? അവർക്ക് സാബിറുകളുടെയും സായിമുകളുടെയും അജ്ർ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയിട്ടില്ല. അത് രണ്ടും അള്ളാന്റെ അടുക്കലാ. ബാക്കി എല്ലാത്തിനും ഒരു കണക്കുണ്ട് അല്ലെ? സുബ്ഹാനല്ലാഹ്. നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒറ്റക്ക് നിസ്കരിക്കുന്നതിലും 27 ഇരട്ടി, അങ്ങനെ ഓരോന്നിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിർണയിച്ചിട്ടുണ്ട്. പക്ഷെ സായിമുകൾക്കും സ്വാബിറുകൾക്കുള്ള അജ്ർ അള്ളാന്റെ അടുക്കല് കാത്തു സൂക്ഷിച്ചിട്ടുള്ളത്. അത് രണ്ടും, ഞാൻ സ്വായിമാണോ ഞാൻ സ്വായിമല്ലേ എന്നുള്ളതും, ഞാൻ നോമ്പുകാരിയാണോ യഥാർത്ഥത്തിൽ നോമ്പുകാരിയല്ലേ എന്നുള്ളത് എന്റെ റബ്ബിന് മാത്രമേ അറിയുള്ളൂ. ഞാൻ ക്ഷമിക്കുന്നുണ്ടോ ക്ഷമിക്കുന്നില്ലേ എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്റെ റബ്ബിന് മാത്രമേ അറിയുള്ളൂ. ഞാൻ ഇനി എത്ര പ്രയാസങ്ങൾ എന്റെ പായാരം കണക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്റെ ക്ഷമ അവിടെ ക്ഷമയായിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പോ അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ തൊട്ട് അല്ലാഹ് പറയുന്ന ഭാഗമാണ് അല്ലദീന ഇദാ അസ്വാബത്ഹും മുസീബ. ഈ അഞ്ചാലൊരു മുസീബത്ത് ഉണ്ടല്ലോ,
ഈ അഞ്ചാലൊരു പരീക്ഷണങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടാൽ അള്ളാഹുവിന്റെ ഇബാദുകള്, അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങളായിട്ടുള്ള അടിമകള് എന്താ ചെയ്യുക? അവർക്ക് വല്ല പരീക്ഷണവും അല്ലദീന ഇദാ അസ്വാബത്ഹും മുസീബത്തുൻ ഖാലു, അവർക്ക് വല്ല വിപത്തും വല്ല പ്രയാസവും, മുസീബത്ത് എന്നുള്ളതിന് നമ്മൾ എന്തൊക്കെ പറയും? മരണം എന്ന് എവിടെയെങ്കിലും അർത്ഥമുണ്ടോ? മുസീബത്തിന് ഒരിക്കലും ഇല്ല അല്ലെ? ആപത്ത് സംഭവിച്ചാൽ, പ്രയാസം അനുഭവപ്പെട്ടാൽ, കുടുക്ക് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ അവരെന്ത് പറയും? ഖാലു, അവർ പറയും എന്താണ്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, തീർച്ചയായും ഞങ്ങൾ എന്താണ്? ഞങ്ങൾ അള്ളാഹുവിന് വേണ്ടിയുള്ളവരാ. വ ഇന്നാ ഇലൈഹി റാജിഊൻ, അള്ളാഹുവിലേക്ക് തന്നെയാണ് ഞങ്ങളുടെ, അവനിലേക്ക് തന്നെയാണ് ഞങ്ങളുടെ മടക്കവും എന്ന് അവര് റബ്ബിനെ തവക്കുൽ ചെയ്യും. സുബ്ഹാനല്ലാഹ്. അടുത്ത ആയത്ത് കൂടെ പറയേണ്ടതുണ്ട്. ഇത് ഇങ്ങനെ പറയുന്നവർക്കുള്ള അജ്റാണ് അടുത്ത ആയത്ത്. അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? ഉലൈക അലൈഹിം, പ്രിയപ്പെട്ടവരെ എവിടെ നോക്കണേ, ഉലൈക അലൈഹിം, അക്കൂട്ടർക്കാണ് ഉള്ളത് എന്ത്? സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അർഹമുർ റഹീമീനായ റബ്ബിൽ നിന്നുള്ള സ്വലവാത്ത്, സമാധാനവും അനുഗ്രഹങ്ങളും ലഭിക്കുന്നത് അക്കൂട്ടർക്കാണ്. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അക്കൂട്ടരാണ് യഥാർത്ഥ മുഹ്തദീങ്ങളായിട്ടുള്ളവർ, യഥാർത്ഥ സന്മാർഗം ലഭിച്ചവര്. എന്നാലോചിക്കും പ്രിയപ്പെട്ടവരെ, ഒരു മുസീബത്ത് ബാധിച്ചു കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹ് പറയുന്നത് എന്താ? ഇങ്ങനെ പറയുന്നവരാണ്, ഇങ്ങനെ പറഞ്ഞ് ആ മുസീബത്തിൽ ക്ഷമ കൊള്ളുന്നവരാണ്, അവരാണ് എന്ത്? അവർക്കാണ് അള്ളാഹുവിൽ നിന്നുള്ള സ്വലവാത്തും റഹ്മത്തും ഉള്ളത്. അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങളും കാരുണ്യവും സമാധാനവും ഉള്ളത് ഇക്കൂട്ടർക്കാണ്. അവരാണ് യഥാർത്ഥത്തിൽ സന്മാർഗം സിദ്ധിച്ചവർന്ന്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മളിലുള്ള ഒരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അത് നമ്മൾ സുപരിചിതമായി ചൊല്ലാറ് എപ്പോൾ മാത്രാണ്? മരിച്ചു കഴിഞ്ഞത്, മരിച്ച വാർത്ത കേട്ട് കഴിഞ്ഞാല് അല്ലേ? ഇനി അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവില് ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാവിലേക്ക് ആദ്യം എത്തേണ്ടുന്നത് ഈ പ്രാർത്ഥനയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ബാക്കിയുള്ള ഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കൂടി വന്നതാണ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ വന്നതാണ്. ഈ ഒരു സംഭവത്തിനും ഏറെ സുബ്ഹാനല്ലാഹ് ഹൃദ്യമായ ഒരു ചരിത്രമുണ്ട്. എന്താണ് സംഭവം? നമുക്ക് സുപരിചിതാണ് അല്ലെ? അബൂസലമയുടെയും ഉമ്മുസലമയുടെയും റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരുടെ ജീവിതം സുബ്ഹാനല്ലാഹ്, ദമ്പതികൾക്ക് ഏറ്റവും മാതൃകയാകുന്ന തരത്തിലുള്ള ഹയാത്തു സൗജിയായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് അല്ലെ? സുബ്ഹാനല്ലാഹ്. ഉമ്മുസലമ റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ടവനായിട്ടുള്ള പ്രിയതമൻ മരിക്കുകയാണ്. അബൂസലമ റളിയല്ലാഹു അൻഹു മരിച്ച സമയത്ത് ഉമ്മുസലമ റളിയല്ലാഹു അൻഹ വിഷമത്തോട് കൂടിയിട്ട്, കാരണം ഉമ്മുസലമ റളിയല്ലാഹു അൻഹ ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഇനി എന്റെ അബൂസലമക്ക് പകരം എനിക്ക് വേറെ ആരാ ഉള്ളത്? കാരണം അബൂസലമയേക്കാൾ അബൂസലമ റളിയല്ലാഹു അൻഹുവിനെ ഉമ്മുസലമ റളിയല്ലാഹു അൻഹ അങ്ങേയറ്റം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് ഉമ്മുസലമ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണിത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, തീർച്ചയായും ഞങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി നിലനിൽക്കൊള്ളുന്നവരാ, അള്ളാന്റെ ആൾക്കാരാണ് തീർച്ചയായിട്ടും ഞങ്ങള്. ഓ ഇന്നാ ഇലൈഹി റാജിഊൻ, അവനിലേക്ക് തന്നെയാണ് ഞങ്ങൾ മടങ്ങാനുള്ളത്. അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബതി, അല്ലാഹുവേ, അല്ലാഹുമ്മ അജ്റുനി, എനിക്ക് പ്രതിഫലം നൽകണേ, എനിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള അജ്റ് നൽകണേ. എന്തിലാണ്? ഫീ മുസീബത്തി, ഇപ്പൊ എന്നെ ബാധിച്ചിട്ടുള്ള ഈ പ്രയാസം ഉണ്ടല്ലോ, ആ പ്രയാസത്തിൽ എനിക്ക് ഏറ്റവും നല്ലതായിട്ടുള്ള അജ്റ്, പ്രതിഫലം നീ നൽകണേ. വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ, ഇതിനേക്കാൾ, എനിക്ക് നഷ്ടമായതിനേക്കാൾ ഏറ്റവും നല്ലത് റബ്ബേ എനിക്ക് നീ പകരം നൽകണേ എന്ന്. സുബ്ഹാനല്ലാഹ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഇത് പ്രാർത്ഥിക്കുന്നുണ്ട്.
ഉമ്മുസലമ റളിയല്ലാഹു അൻഹയുടെയും അബൂസലമ റളിയല്ലാഹു അൻഹുവിന്റെയും ജീവിതം മനസ്സിലാക്കി ജീവിതത്തിന്റെ ചരിത്രം ഉൾക്കൊണ്ടിട്ടുള്ള നമുക്ക് അത് ഉൾക്കൊള്ളേണ്ടതുണ്ട്. നമ്മൾ അവിടെ നിന്നാണ് ഈ പ്രാർത്ഥന നമ്മൾ ഉള്ളിലേക്ക് ആവാഹിക്കേണ്ടത്. അങ്ങനെ പ്രാർത്ഥിച്ച് ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് അള്ളാന്റെ വാഗ്ദാനം, അള്ളാഹ് എന്താ പറഞ്ഞത്? ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ. അള്ളാന്റെ വാഗ്ദാനം ഉണ്ടല്ലോ അവിടെ, അത് അള്ളാഹ് നിറവേറ്റി കൊടുക്കുക ചെയ്യുന്നത്. ഈ പ്രയാസത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ക്ഷമിച്ചതില് ഏറ്റവും നല്ല അജ്ർ നൽകുകയും അവർക്ക് ഈ ദുനിയാവിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് ഈ ദുനിയാവിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലതായിട്ടുള്ള, മറ്റൊരു സ്ത്രീകൾക്കും കിട്ടാത്തതായിട്ടുള്ള ഏറ്റവും മികച്ച ഒന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പകരം കൊടുത്തത്. ആരാണ്? സുബ്ഹാനല്ലാഹ്, അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അള്ളാഹ് കൊടുക്കുന്നു പറഞ്ഞത് ഏറ്റവും മികച്ചത് അള്ളാഹ് കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അള്ളാന്റെ വാക്ക് അവിടെ അള്ളാഹ് പാലിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഉമ്മു സലമക്ക് ആ സമയത്ത് ആ കാലഘട്ടത്തിൽ വെച്ച് ഏറ്റവും നല്ലത് ആരായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിപ്പുണ്ട്, റസൂലുള്ളാഹിനെ കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ പറ്റി പറയുമ്പോ എന്താണ്? റളിയല്ലാഹു അൻഹ എന്നതിനപ്പുറം എന്താണ് അവര്? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നമ്മളെ ഉമ്മയാണ്. ഒന്ന് ആലോചിക്കാൻ പ്രിയപ്പെട്ടവരെ. സുബ്ഹാനല്ലാഹ്. അഥവാ ലോക വിശ്വാസിനികളുടെ ഉമ്മയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്ഥാനം കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും ആഴത്തിലുള്ള ഒരു പ്രാർത്ഥന നമ്മള് കൂട്ടിവെച്ചത് എവിടെയാണ്? ഒരു മരണവാർത്ത കേൾക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നത്. അല്ല, ഇനി അങ്ങനെയല്ല. എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിച്ചു കഴിഞ്ഞാൽ, മുസീബത്ത് എന്നുള്ളതിനുള്ള അർത്ഥം എന്താണ്? ഒരു വിപത്ത്, ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട്, നമ്മിൽ നിന്ന് എന്തെങ്കിലും നമ്മളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്ന് നഷ്ടപ്പെടുക. അതിന് മരണം എന്ന് തന്നെ ആവണമെന്നില്ല. പല കാര്യത്തിലും പല തരത്തിലും നമുക്ക് നഷ്ടം സംഭവിക്കാറുണ്ട് അല്ലെ? അതിനുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണം പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ജൽസ ഇവിടെ അവസാനിപ്പിക്കാം. നമുക്കറിയാം, മഹാനായ ഖാദിമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിം, സേവകനായിട്ടുള്ള സഹാബി, 10 വർഷത്തോളം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിന്നുകൊണ്ട് റസൂലുള്ളാഹിനെ സേവിക്കാന്, പരിചരിക്കാന്, ഖിദ്മത്ത് ചെയ്യാന് തൗഫീക്ക് ലഭിച്ച സഹാബിയാണ് ആര്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. ഒരുപാട് സന്താനങ്ങളെ കൊണ്ടും ഒരുപാട് ആയുസ് കൊണ്ടും റസൂലുള്ളാഹിന്റെ പ്രത്യേക പ്രാർത്ഥന കിട്ടി അനുഗ്രഹിക്കപ്പെട്ട സഹാബിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞു, ഖുലഫാ റാഷിദുകളുടെ കാലം കഴിഞ്ഞു. പിന്നീട് ഇസ്ലാമിന്റെ ഖിലാഫത്ത് ആർക്കാ പോകുന്നത്? അമവി ഭരണത്തിനാ പോകുന്നത് അല്ലെ? അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹു ഒക്കെ കഴിഞ്ഞ് അവസാനം പിന്നീട് അമവി ഖിലാഫത്ത് മർവാൻ ഇബ്നു മാലിക് റഹിമഹുള്ളയുടെ കയ്യിലെത്തുകയാണ്. ആ സമയത്ത് മർവാൻ ഇബ്നു മാലിക് റഹിമഹുള്ളയുടെ കയ്യിലെത്തുന്ന സമയത്താണ് അബ്ദുൽ മലിക് ഇബ്നു മർവാൻ, ശ്രദ്ധിക്കണം, അബ്ദുൽ മലിക് ഇബ്നു മർവാനിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ ആ സമയത്ത് അനസ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് ഒരിക്കല് അബ്ദുൽ മലിക് ഇബ്നു മർവാനിന്റെ ഗവർണർ ആയിട്ടുള്ള ഹജ്ജാജ് ഇബ്നു യൂസഫ്, അദ്ദേഹത്തിന്റെ അബ്ദുൽ മലിക്കിന്റെ ഗവർണർ ആയിട്ടുള്ള ഹജ്ജാജ് ഇബ്നു യൂസഫ് ഒരിക്കല് അനസ് റളിയല്ലാഹു അൻഹുവിനെ കാണുന്ന വേളയില് എല്ലാ ആൾക്കാരുടെ മുൻപിലും വെച്ചിട്ട് അനസ് റളിയല്ലാഹു അൻഹുവിനെ, നമ്മൾ ആലോചിക്കണം, റസൂലുള്ളാഹിന്റെ ഖാദിമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ഒരിക്കൽ പോലും അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ പറ്റും, 10 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഞാൻ ചെയ്ത ഒരു കാര്യത്തെ പറ്റിയിട്ട് എന്തിനാ അനസ് അങ്ങനെ ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യാത്ത ഒരു കാര്യത്തെ പറ്റിയിട്ട് എന്താ അനസ് നീ അത് ചെയ്യാതെ ഇരുന്നത് എന്ന് റസൂലുള്ളാഹി ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല എന്ന്. റസൂലുള്ളാഹി ഒരിക്കൽ പോലും എന്നെ നോക്കിയിട്ട് മുഖം ഒന്ന് കറുപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞ റസൂല് പോലും അത്രമേൽ സ്നേഹത്തോട് കൊണ്ടു നടന്ന അനസാണ് റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, ആ അനസ് റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ അബ്ദുൽ മലിക് ഇബ്നു മർവാനിന്റെ ഗവർണറായ ഹജ്ജാജ് ഇബ്നു യൂസഫ് ഒരുപാട് ആൾക്കാർക്കിടയിൽ ഒരു സഭയിൽ വെച്ച് അപമാനിക്കുകയാണ്.
അഥവാ അനസ് നിങ്ങൾ എന്താണ് അലി റളിയല്ലാഹു അൻഹുവിന്റെയും അതുപോലെ തന്നെ അബ്ദുല്ലാഹിബിനു അബ്ദുല്ലാഹിബിന് സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെയും അബ്ദുല്ലാഹിബിന് സുബൈർ അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു അൽ അശ്അസ് ഇവരുടെയൊക്കെയും പക്ഷത്ത് ഇവരുടെയൊക്കെയും കക്ഷിയായിട്ട് ഇവരുടെയൊക്കെ നിലപാടിലാണ് താങ്കൾ എന്ന് പറഞ്ഞുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹുവിനെ പല വാക്കുകളും പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയാണ്, കുറ്റപ്പെടുത്തുകയാണ്. എന്നിട്ട് യാ ഉനൈസ് എന്ന് വിളിക്കുക, അഥവാ സ്നേഹത്തോട് കൂടിയിട്ട് വിളിയും അതല്ലെങ്കിൽ കളിയാക്കി വിളിയും ഉണ്ട് അല്ലെ. കുഞ്ഞ് അനസെ എന്ന് അനസ് റളിയല്ലാഹു അൻഹുവിനെ അവഹേളിക്കാൻ വേണ്ടിയിട്ട്, തരം താഴ്ത്താൻ വേണ്ടി ഹജ്ജാജ് പ്രയോഗിക്കുകയാണ്. അങ്ങനെ അനസ് റളിയല്ലാഹു അൻഹുവിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലുള്ള മോശമായിട്ടുള്ള വാക്കുകളെ കൊണ്ട് അനസ് റളിയല്ലാഹു അൻഹുവിനെ അങ്ങേയറ്റം വേദനിപ്പിക്കുക. അനസ് റളിയല്ലാഹു അൻഹു വിനയത്തോടെ ചോദിക്കുന്നുണ്ട്, അല്ലയോ അമീർ, നിങ്ങൾ എന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ ഹജ്ജാജ് പറയാണ്, അതെ, നിന്നെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിന്നെ ഞാൻ ആടിനെ കശാപ്പ് ചെയ്യുന്ന പോലെ ഞാൻ നിന്നെ കശാപ്പ് ചെയ്യും. നിന്നെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ട് ഈ ഹജ്ജാജ് പറയാണ്, നിന്റെ കേൾവി അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കട്ടെ, അഥവാ ശാപവാക്ക് ഉപയോഗിക്കുകയാണ്. എന്ന് ആലോചിക്കണം, സഹാബിയാണ്, റസൂലുള്ളാഹിന്റെ ഖാദിമിന് നേരെ ശാപവാക്ക് ഉപയോഗിക്കുകയാണ്. അനസേ, നിന്റെ കേൾവി അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കട്ടെ എന്ന് പറയാ. അനസ് റളിയല്ലാഹു അൻഹു ആകെ വിഷമിക്കുകയാണ്. ആകെ അത്രയും ആൾക്കാരിടയിൽ വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ അത്രയും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ സന്തത സഹചാരിയെ ഇത്രയും ആക്ഷേപിക്കുന്ന സമയത്ത് ആ മനുഷ്യനുണ്ടാവുന്ന വിഷമം എന്തുമാത്രമായിരിക്കും. അനസ് റളിയല്ലാഹു അൻഹു ഒരു വാക്ക് മാത്രം പറയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലയോ അമീർ, താങ്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നാക്കി തീർക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അനസ് റളിയല്ലാഹു അൻഹു വിഷമത്തോടു കൂടി അവിടുന്ന് പോവാണ്. അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. അള്ളാഹുവിനാണ്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു എന്താ ചെയ്തത്? ഖലീഫയായിട്ടുള്ള അബ്ദുൽ മലിക് ബിൻ മർവാനിന് നടന്ന സംഭവങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് ഒരു കത്ത് എഴുതുന്നുണ്ട്. ആ സമയത്ത് അബ്ദുൽ മലിക് ആകെ വിഷമിക്കുകയാണ്. കാരണം ആരെയാണ് ഇവിടെ ചീത്ത പറഞ്ഞത്? അബ്ദുൽ മലിക്കിന്റെ ഗവർണർ റസൂലുള്ളാഹിന്റെ ഖാദിമിനെയാണ്. അനസ് റളിയല്ലാഹു അൻഹുവിനെ, റസൂലുള്ളാഹിന്റെ പ്രത്യേക പ്രാർത്ഥന കിട്ടി അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്വഹാബിയെയാണ് ഇത്രയും ആൾക്കാർക്കിടയിൽ അവഹേളിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അബ്ദുൽ മലിക് ഉടനെ തന്നെ എന്ത് ചെയ്യാണ്? ഒരു കത്ത് എഴുതുകയാണ്. അദ്ദേഹത്തിന്റെ സന്ദേശകനായിട്ടുള്ള മെസ്സഞ്ചറിന്റെ കയ്യിൽ 2 കത്ത് കൊടുത്തയക്കുകയാണ്. ഒന്ന് ഈ ഹജ്ജാജിന് വേണ്ടിയിട്ടും ഒന്ന് അനസ് റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയിട്ടും. അതിലെ ഹജ്ജാജിന് താക്കീത് ചെയ്തുകൊണ്ടുള്ള കത്ത് അയക്കുകയാണ്. അതുപോലെ തന്നെ അനസ് റളിയല്ലാഹു അൻഹുവിനെ ഏറെ ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും അദ്ദേഹത്തിന്റെ സ്ഥാനത്തെ വകവെച്ചുകൊണ്ടും പരിഗണിച്ചും കൊണ്ടുള്ള ഒരു കത്ത് എഴുതുകയാണ്. അപ്പം അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് അബ്ദുൽ മലിക്കിന് തിരിച്ചെഴുതുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ടുള്ള പ്രതിഫലം എന്റെ പേരില് ഞാൻ കാരണത്താൽ നൽകട്ടെ എന്ന് പറഞ്ഞിട്ട് അബ്ദുൽ മലിക്കിന് തിരിച്ചെഴുതുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ പ്രിയപ്പെട്ടവരെ. പിന്നീട് ഹജ്ജാജിന്റെ അടുക്കലെത്തിയ കത്ത് വായിച്ചതും ഹജ്ജാജ് ആകെ പേടിക്കുന്നുണ്ട്. ഹജ്ജാജ് പേടിക്കുകയും പരിങ്ങുകയും ചെയ്തിട്ട് ഹജ്ജാജ് ഉടനെ തന്നെ ആ മെസ്സഞ്ചറോട് പറയണ, നമുക്ക് ഇപ്പൊ തന്നെ പോകണം. ആരുടെ അടുത്തേക്ക്? അനസിന്റെ അടുത്തേക്ക്. എന്നിട്ട് നമുക്ക് അനസിന്റെ മുൻപില് കേണപേക്ഷിക്കണം, മാപ്പപേക്ഷിക്കണം. ഞാൻ ചെയ്തിട്ടുള്ള ഈ ഒരു തെറ്റിന്റെ പേരിൽ അനസിനോട് എന്ത് ചെയ്യണം? മാപ്പപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് മടങ്ങി പോകുന്ന ഒരവസ്ഥ. ആലോചിച്ച് നോക്കി പ്രിയപ്പെട്ടവരെ, എന്താണ് അനസ് റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞത്? അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുക ചെയ്തത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം കൊടുത്തത് എന്താണ്? അദ്ദേഹത്തിന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ച സമയത്ത് അദ്ദേഹത്തിന് പകരം വന്നത് മലിക്കിന്റെ അഥവാ ഖലീഫയിൽ നിന്നുള്ള ഏറ്റവും നല്ല പരിഗണന പോരാത്തതിന് അവിടെ വീഴ്ച വരുത്തിയിട്ടുള്ള, അവിടെ തന്നെ ആരാണ് അപമാനിച്ചത് ആ വ്യക്തി തന്നിലേക്ക് മടങ്ങി വരുന്ന ഒരു സന്ദർഭം. പ്രിയപ്പെട്ടവരെ, ഈ 2 ചരിത്ര സംഭവങ്ങളും നമ്മളെ മുൻപില് ഇങ്ങനെ എന്താ പറയാ, നമ്മൾ ആണിയിട്ട് വെക്കേണ്ടുന്ന ചരിത്രങ്ങളാണ്.
ഒന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടേത്. സുബ്ഹാനല്ലാഹ്, ഉമ്മു സലമക്ക് ജീവിച്ചിരിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു തആല എന്താണോ ഏറ്റവും ആ സമയത്ത് ഏറ്റവും മികച്ചത് എന്താണോ അത് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്തു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, എന്തൊരു പ്രയാസം വന്നു കഴിഞ്ഞാലും എന്തൊരു വിഷമം വന്നു കഴിഞ്ഞാലും പ്രതീക്ഷിക്കാത്തടത്തുനിന്ന് ഒരു സാമ്പത്തിക നഷ്ടമോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുകയോ അതല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന വിഭവങ്ങളിൽ വല്ല നഷ്ടം സംഭവിക്കുകയോ ചെയ്താല്, വല്ലാതെ പെട്ടെന്നൊരു പേടി നമ്മളെ പിടികൂടി കഴിഞ്ഞാല്, അതല്ല നമ്മൾ പ്രതീക്ഷിക്കാത്തിടത്ത് നിന്ന് നമ്മളെ വല്ലാതെ പട്ടിണി പിടികൂടുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, തവക്കുലോടുകൂടി പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥന പ്രാർത്ഥിക്കുക. സുബ്ഹാനല്ലാഹ്, ഒരൊറ്റ വാക്ക് മാത്രമേ പറയാനുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എത്രമാത്രം തവക്കുലോടുകൂടി ഇത് പ്രാർത്ഥിച്ചോ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റവും ഉത്തമമായത്, നമ്മുടെ ആ ഒരു സമയത്തെ ഏറ്റവും ഉത്തമമായി ഏറ്റവും മികച്ചു നിൽക്കുന്നത് എന്താണോ അത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അതാണ് അനസ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെയും ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി മരണ വീട്ടിൽ ചൊല്ലാനുള്ള, മരണവാർത്ത കേൾക്കുമ്പോൾ ചൊല്ലാനുള്ള ഒരു പ്രാർത്ഥനയായിട്ട് നമ്മൾ ഇതിനെ എടുത്തു വെക്കുവോ? ഒരിക്കലും ഇല്ല അല്ലെ? സുബ്ഹാനല്ലാഹ്, ഒരു മുഅ്മിനിന്റെ ജീവിതം എന്ത് ഭംഗിയാണ് അല്ലെ? സുബ്ഹാനല്ലാഹ്, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെക്കാൾ ഒരുപക്ഷെ മുഅ്മിന് പരീക്ഷണം നേരിടേണ്ടി വരും. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് അള്ളാഹു നമ്മളെ പരീക്ഷിക്കും. അവനോടുള്ള സ്നേഹം നമുക്ക് എത്ര ആത്മാർത്ഥത ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഓരോ പരീക്ഷണങ്ങൾ വരും. ചിലപ്പോ നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല എടുക്കും, അതല്ലെങ്കിൽ നമ്മൾ അത്രയും വർഷം അഭിവൃദ്ധിയിലായിട്ടുണ്ടാവും, നല്ല സമ്പന്നതയിലാവും. ഒരൊറ്റ കടം വന്ന് അല്ലെങ്കിൽ ഒരൊറ്റ കച്ചവടം ഒക്കെ കൊണ്ട് താറുമാറായി, എല്ലതും കൊണ്ട് ഇല്ലാണ്ടായിട്ട് എന്താവും? നമ്മളെ സാമ്പത്തിക നഷ്ടത്തിലാവും. പ്രിയപ്പെട്ടവരെ, അപ്പോഴൊക്കെയും പറയരുത് എന്തല്ലാതെ ഇപ്പോ നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയല്ലാതെ വേറൊന്നും പറയരുത്. വേറൊന്നും വേണ്ട ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം. പണ്ഡിതന്മാര് പറഞ്ഞതായി കാണാൻ പറ്റും. അഥവാ ഇവിടെ ആദ്യത്തെ 185-ാമത്തെ ആയത്തിൽ അള്ളാഹ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ടല്ലോ, വബശ്ശിരി സ്വാബിരീൻ എന്നുള്ളത്. ആ സാബിർ എന്നുള്ള വിഷയത്തില് പണ്ഡിതന്മാര് പറഞ്ഞേ കാണാൻ പറ്റും, യഥാർത്ഥത്തില് ഈ ക്ഷമ ഉണ്ടല്ലോ, ഈ സബർ എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഡെഫിനിഷൻ ഞാൻ പറയട്ടെ. സബർ എന്നുള്ളത്, ഞാനൊരു പ്രയാസം, അതീവ പ്രയാസത്തിലാണെന്ന്, ഞാൻ ഭയങ്കര പ്രയാസത്തിലാണ്. ഇപ്പോ ഒരു എക്സാമ്പിൾ ആണ്, ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, എനിക്ക് താങ്ങാൻ പറ്റാത്തതായിട്ടുള്ള ഒരു പരീക്ഷ കൊണ്ട് എന്റെ റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണ്. ആ സമയത്ത് പക്ഷെ എന്നോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ആൾക്ക് പോലും, അല്ലെങ്കിൽ എന്റെ കൂടെയുള്ളവർക്ക് പോലും എന്നെ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഞാനൊരു നോർമൽ മനുഷ്യനാണ്, എനിക്കൊരു പ്രയാസങ്ങളും ഇല്ല, എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് എന്റെ എന്താ പറയാ പുറമേയുള്ള പ്രവർത്തനത്തിൽ നിന്ന് തോന്നുമാറ് അത്രയും രഹസ്യമായിരിക്കും എന്റെ ക്ഷമ. മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതാണ്. അഥവാ പുറമെ കാണുന്നവർക്ക് നമ്മൾ അധികം ഒരു പ്രയാസവും അനുഭവിക്കാത്ത ഏറ്റവും സുഖത്തിലുള്ളവനാണെന്ന് തോന്നുന്ന തരത്തിൽ നമ്മളെ ക്ഷമയെ ഉള്ളിൽ ഞാനും എന്റെ മുഴുവനായ റബ്ബിലേക്ക് തിരിച്ചു വിടുമ്പോൾ മാത്രമാണ് ആ ക്ഷമ ഏറ്റവും നല്ല ഭംഗിയുള്ള നിറവാർന്ന ക്ഷമയാവുന്നത്. ഖുർആനില് 3 സ്ഥലങ്ങളില് അല്ലാഹു സുബ്ഹാനഹു വ തആല 3 കാര്യങ്ങളെ നല്ല ജമീലാക്കിയിട്ടുണ്ട്. 3 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭംഗിയായിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് ഫസ്ബിർ സബ്റൻ ജമീല വഹ്ജുർ ഹജ്റൻ ജമീൽ വസ്ഫഹി الصفح വഹ്ജുർ ഹജ്റൻ ജമീല വസ്ഫഹി الصفح الجميل. സഫ്ഹ്, ഹജ്ർ, സബ്ർ, ഈ 3 കാര്യങ്ങൾ പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ഭംഗിയാക്കാൻ പറഞ്ഞു. കാരണം എന്താ അറിയോ, ഈ 3 കാര്യങ്ങളും പിടിച്ചാ കിട്ടൂല. സഫ്ഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുകൊടുക്കാനാ പറഞ്ഞത്. നമ്മൾ ആരെങ്കിലും നമ്മളെ ഭാഗത്ത് ന്യായം ഉണ്ടായിരിക്കുക നമ്മൾ വിട്ടുകൊടുക്കാൻ ശ്രമിച്ചാൽ തന്നെ നമ്മളെ മുഖമൊക്കെ എന്തായിരിക്കും, നമ്മൾ വിട്ടുകൊടുത്തതിന്റെ ഞാൻ എന്റെ ഔദാര്യം കൊണ്ട് എനിക്ക് വിട്ടു തന്നു എന്നുള്ളതിന്റെ ആ ഒരു ഭാവം നമ്മളെ മുഖത്തുണ്ടാവും അല്ലെ. അതേപോലെ തന്നെയാണ് ഹജ്ർ ആണെങ്കിലും, അതുപോലെ തന്നെ സബർ ആണെങ്കിലും. അതുപോലും ഇല്ലാതെ ഭംഗിയായിക്കൊണ്ട് ഈ കാര്യങ്ങളെ നിറവേറ്റാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു പ്രാർത്ഥന
നമ്മള് ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കുക. ഒരു നഷ്ടം വന്നു കഴിഞ്ഞാല്, ഒരു ദുഃഖം വന്നു കഴിഞ്ഞാല്, ഒരു തളർച്ച സംഭവിച്ചു കഴിഞ്ഞാലും നമ്മൾ എന്തില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കരളിന്റെ കഷ്ണായ ഇബ്രാഹിം എന്ന മോന് മരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി കരയുന്നുണ്ട്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞുകൊണ്ട് അപ്പൊ സഹാബത്ത് ചോദിക്കുന്നുണ്ട്, അല്ല റസൂലെ നിങ്ങൾ കരയാണോ? നിങ്ങൾ കരയാണോ നിൽക്കുന്ന സമയത്ത് റസൂല് പറഞ്ഞ ഒരു വാക്ക്, അത് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ്? ഇന്നൽ ഐന ലതദ്മഅ വഇന്നൽ ഖൽബ ലയഹ്സുൻ വഇന്നൽ ഐന ലതദ്മഅ വലാ നഖൂലു ഇല്ലാ മാ യർദാ റബ്ബിന. ഇതാണ് നമുക്കും പറയാനുണ്ടാവേണ്ടത്. തീർച്ചയായിട്ടും ഹൃദയം വേദനിക്കും, കണ്ണീര് പൊഴിക്കന്നെ ചെയ്യും. പക്ഷേ വലാ നഖൂലു ഇല്ലാ മാ യർദാ റബ്ബിന, ഞങ്ങൾ പറയുകയേയില്ല, നമ്മൾ പറയുകയില്ല എന്തല്ലാതെ ഞങ്ങളെ റബ്ബിന് തൃപ്തിയുള്ള കാര്യമല്ലാതെ ഒന്നും ഞങ്ങളെ നാവിൽ നിന്ന് വരികയേയില്ല എന്ന്. അതായിരിക്കണം പ്രയാസങ്ങൾ വരുന്ന സമയത്ത്, ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത്, തളർച്ച വരുന്ന സമയത്ത് നമ്മുടെയും ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും നമ്മളും പറയേണ്ടുന്ന വാക്ക്. അതോടൊപ്പം ഈ പ്രാർത്ഥനയും പ്രാർത്ഥിക്കുക. നിസ്സാരമാണെന്ന് കരുതി നമ്മള് ഒരു പ്രത്യേക സന്ദർഭത്തിൽ മാത്രം എടുത്തു വെച്ച പ്രാർത്ഥനയാണെങ്കിലും സുബ്ഹാനല്ലാഹ്, ഇതിന് ഇത്രമാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം നൽകാമെന്ന് പറഞ്ഞ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള അള്ളാഹുവിന്റെ ഒരു നിധിയാണ്. ഇത് കരസ്ഥമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. പറഞ്ഞതിനേക്കാളേറെയും കേട്ടതിനേക്കാളേറെയും ആത്മാർത്ഥതയോടെ ഇഖ്ലാസോട് കൂടിയിട്ട് അമൽ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. ഏതൊരു പ്രാർത്ഥനയും അതിന്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉചിതമായ സമയത്ത് അത് ഹൃദയം അറിഞ്ഞുകൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഉപകാരപ്രദമായത് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് അർഹമർ റഹീമീനായ അല്ലാഹു അസ്സ വജല്ലിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിൽ നിന്നുള്ളതാണ്. എന്തെങ്കിലും പിഴവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളിൽ നിന്നും ശൈത്താനിൽ നിന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അപാരമായ കാരുണ്യത്താൽ അത് ഞങ്ങൾക്ക് പുറത്തു നൽകുമാറാകട്ടെ. اللهم علمنا ما ينفعنا وانفعنا ما علمتنا وزدنا علما. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغارا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات. اللهم ربنا تقبل منا صلاتنا وصيامنا وقيامنا وقراءتنا وصالح أعمالنا يا رب العالمين. سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.